വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. തക്കാളി ചോറ് അഥവാ തക്കാളി സാദം. അപ്പം ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ട് കഴിക്കുന്നത് തമിഴ്നാട്ടിൽ BCAക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പം അന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫുഡ് എന്ന് പറയുന്നതൊന്നും അത്ര ടേസ്റ്റി ആയിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ മലയാളി സീനിയേഴ്സ് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മളൊരു സമരത്തിന് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. അപ്പോൾ അന്നത് ഭയങ്കര ആവേശത്തോടെ കേട്ടു. സമരത്തിലൊക്കെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയിലൊക്കെ ആയിരുന്നു നടന്നത്. പക്ഷെ ദിവസം എത്തുമ്പോഴത്തേനും എൻ്റെ ചങ്കിടിക്കാനായിട്ട് തുടങ്ങി. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒറ്റ മലയാളിയാണ് ഉണ്ടായിരുന്നത്. സമരത്തിനെ അനുകൂലിച്ച് എങ്ങനെ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് ഞാനെന്നാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ഞാൻ ഓർക്കും അന്ന് എന്തൊക്കെയാണ് കോളേജിൽ കാണിച്ചതെന്നൊക്കെ. പക്ഷെ എന്തായാലും സമരത്തിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ ചെയർമാൻ വന്നു. അവസാനം ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പിത്തന്ന് ആ സമരം എങ്ങനെയൊക്കെ ഒത്തുതീർപ്പാക്കിയെങ്കിലും ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. അന്ന് കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നതിൽ നല്ലൊരു മെമ്മറി എന്ന് പറയുന്നത് അന്ന് ഹോസ്റ്റലിൽ നിന്ന് കഴിച്ച ഈ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അന്ന് കിട്ടിയ കുറേ ഫ്രണ്ട്സ്, ഒരു മധുരക്കാരി സെൽവി, അതുപോലെ തന്നെ കോയമ്പത്തൂരുകാരനൊരു മണി, പിന്നെ ഏതൊക്കെയോ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു ഏറ്റവും നല്ല മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ തക്കാളി സാദം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ തക്കാളി സാദം ഉണ്ടാക്കുന്നതിന് നെയ്യും കുറച്ച് ഓയിലും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബേ ലീഫും പട്ടയും പെരുംജീരകവും അങ്ങനെയുള്ളതെല്ലാം ആഡ് ചെയ്യും. അതിന് ശേഷം സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റും. അതുപോലെ പുതിനയിലയും കറിവേപ്പിലയും മസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് ചോറ് ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.